നിങ്ങൾ എന്തായിട്ട് അവിടെ വന്നിരുന്നത്? ഞാന് എനിക്ക് ഈ ശരീരത്തിലൊക്കെ മൊത്തം ഒരു തടിപ്പ്, ഒരു ചൊറി പോലെ തടിപ്പ് വരും. അത് 4 മാസത്തോളം ഞാൻ മരുന്ന് കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച്. അപ്പൊ കഴിക്കുന്ന സമയത്ത് ആദ്യം മരുന്ന് കഴിച്ചപ്പോൾ പൂർണ്ണമായിട്ട് പോയില്ല. അതിനുശേഷം ഞാൻ വേറെ ഒരു നല്ല പ്രഗമനായിട്ടുള്ള ഡോക്ടറെ ഞാൻ കണ്ട്. അപ്പൊ അയാളെ മരുന്നുകൊണ്ട് ഒരു 3 ദിവസം കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് സുഖമായി. അത് എന്നോട് ഡോക്ടർ പറഞ്ഞത് 10 ദിവസത്തിന് കഴിക്കുന്നത്, അതിൽ കൂടുതൽ ആ മരുന്ന് കഴിക്കാൻ പറ്റില്ല. അത് അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഇനി രണ്ടാമത് നല്ലൊരു തൊഴിൽ ഡോക്ടറെ കാണിക്കാമെന്നാണ്. 10 ദിവസം കഴിഞ്ഞിട്ട് എന്റെ ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ആ ഗുളിക ഷീട്ടുണ്ട് ഇയാൾ വീണ്ടും ആ ഗുളിക വാങ്ങി കഴിച്ചു. 10 ദിവസമല്ല, ഒരു 5 ദിവസം വാങ്ങി. ആ 5 ദിവസം കഴിഞ്ഞ് വീണ്ടും അത് വന്ന് ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പോയി വാങ്ങി. അങ്ങനെ ഞാൻ ഏകദേശം 2 മാസത്തോളം അത് ആ മരുന്ന് അങ്ങനെ കുറച്ച് വാങ്ങും, കുറച്ച് കഴിക്കും. അങ്ങനെ 2 മാസത്തിൽ കൂടുതൽ ആ മരുന്ന് കഴിച്ചു. അങ്ങനെ എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ഈ ഷീറ്റ് അടിച്ചിട്ട് ഈ ഗുളിക ഞാൻ കണ്ടിന്യൂ കുടിക്കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട് ചോദിച്ചു. അപ്പോൾ അത് ലിവറിന് ബാധിക്കും, അത് അങ്ങനെ കഴിക്കാൻ പാടില്ല, അത് മാക്സിമം പോകണമെങ്കിൽ 15 ദിവസമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ഏകദേശം 2 മാസത്തിന്റെ അടുത്ത് 2-2.5 മാസം വരെ ഈ ഗുളിക കഴിക്കും. അല്ല, ആ ഗുളിക കഴിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് പോകുന്നുണ്ട്. അത് വേറെ ബുദ്ധിമുട്ടൊന്നും അതുകൊണ്ടില്ല. പക്ഷെ അത് നിർത്തി ഒരു ദിവസം കഴിഞ്ഞാൽ വീണ്ടും അത് വരും. ആ ചൊറിച്ചില് മാത്രല്ല, ഈ കണ്ണിന്റെ ഉള്ളിൽ ചൊറിവ്, അതേമാതിരി നമ്മൾ ഈ വിരലിന്റെ അടിയില് തലയില് ഒരു മുഴ പോലെ ഇങ്ങനെ ഒരു കുരുകുരായിട്ട് വരും. അപ്പൊ തലയൊക്കെ മാന്തിയിട്ട് ഉറങ്ങാനും പറ്റാത്തൊരവസ്ഥ. അപ്പൊ അതെന്ത് കാര്യത്തില് മാറോ ചോദിക്കാൻ കാരണം എന്താണ്, ഇത് ഇത്രയും മാസം ഞാൻ കഴിച്ചിട്ട് മാറാത്തൊരവസ്ഥ വന്നപ്പോൾ ഇതിപ്പോ ഞാൻ 15 ദിവസം കഴിച്ചത്. 15 ദിവസം കഴിച്ച്. അപ്പൊ ഇപ്പം ചെറിയ ചൊറിച്ചിലേ ഉള്ളൂ, ഈ തടിപ്പൊക്കെ പോയി. പൂർണ്ണമായിട്ടും മാറിയില്ലെങ്കിലും ഇപ്പൊ നല്ല സുഖമുണ്ട്. എത്ര വെയിറ്റ് കുറഞ്ഞു? അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടാമത് ഞാൻ മരുന്നിന് വേണ്ടി വന്നത്. വെയിറ്റ് എത്ര കുറഞ്ഞിട്ട് ഞാൻ നോക്കിയില്ല, കുറച്ചെന്തോ കുറഞ്ഞത്. കാരണം എന്റെ വയറൊക്കെ കുറെ കുറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഈ ബ്ലോക്കിന്റെ മരുന്ന് കഴിക്കൊണ്ട് ഇങ്ങനെ വയറ്റിന്ന് ശരിക്കും പോകാത്ത ബുദ്ധിമുട്ട്, ആ പ്രയാസം ഇപ്പം നിൽക്കുന്നില്ല. ഇപ്പൊ എണീറ്റ് പാടെ എനിക്ക് പോകണം. അല്ലാതെ എപ്പോഴും പോകാൻ തോന്നണില്ല. രാവിലെ ഒന്ന് പോകും, പിന്നെ ചിലപ്പോ ഒന്നും കൂടി പോകാത്രേ ഉള്ളൂ. അപ്പൊ വേറെ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ ഇനി അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് കുടിക്കാൻ വേണ്ടി വന്നത്. ഉപ്പ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് കുറെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങള് വീട്ടിലായ സമയത്ത്. അതാണ് ഉപ്പ എന്നോട് പറഞ്ഞത്, അത് നമുക്ക് കുടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറും, നമുക്ക് പോയി വെക്കുക. ആ കുറച്ച് പഥ്യങ്ങളുള്ള സംഭവമാണ് അത്, ശരിക്കും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറുന്നതാണ്. ഞാൻ പറഞ്ഞു പഥ്യമൊക്കെ ഞാൻ എടുത്തോളാം, എനിക്ക് കഴിക്കാക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ എടുത്തോളാം. അങ്ങനെയാണ് ഇപ്പൊ ഇതിന് വന്നത്. അപ്പൊ ഞാൻ എടവണ്ണ സന്തോഷം തന്നെ. ഈ 15 ദിവസം കൊണ്ട് പത്യത്തിൽ കറക്റ്റ് നിന്നോടാണ് റിസൾട്ട് വന്നത്, അല്ലേ? വരില്ല റിസൾട്ട് റിസൾട്ടുകൾ ഒരുപാട് കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു. അശ്വത്ത് ഉറങ്ങാൻ കഴിയാതെ ചൊറിച്ചിലും അടയാളങ്ങളും ആളുകളിലേക്ക് പോകുന്നില്ല, ജനങ്ങൾക്ക് പോകുന്നില്ല. എന്റെ മുഖമൊക്കെ വേറെന്തോ മാതിരി, ആകെ തടിപ്പ്. അതേപോലെ കണ്ണിന്റെ ഈ ഇത് കണ്ണ് കാണാൻ പറ്റാത്ത രൂപത്തില്, അതേമാതിരി ഈ ചുണ്ടിന്റെ ഈ ഭാഗത്തൊക്കെ മൊത്തത്തില് മുഖം തന്നെ രൂപയില് കണ്ണുനാടൊക്കെ ചേർത്തി എങ്ങനെ. അതെ, അത് IgIC ഇങ്ങനത്തെ സംഗതികൾ ലിവറായിട്ട് ബന്ധപ്പെട്ട കേസായതുകൊണ്ടാണ് ആ പറഞ്ഞ പത്യത്തിൽ നിൽക്കാൻ പറഞ്ഞത്. നമ്മള് വീഡിയോയിൽ ലിവർ സിറോസിസ്, ലിവറിലെ ക്യാൻസർ മാറിയൊക്കെ ഉണ്ട്. അവരൊക്കെ പത്യത്തിൽ നിൽക്കുന്നവർക്ക് റിസൾട്ട് കിട്ടും, പത്യത്തിൽ നിൽക്കാതെ റിസൾട്ട് കിട്ടില്ല. അപ്പൊ വന്നതോടെ സന്തോഷം തന്നെ.